ട്രാമിനുള്ള ദൂരമൊന്നുമില്ല, പക്ഷെ നമ്മളിപ്പോൾ ട്രാം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഫസ്റ്റ് കാണുന്നതാണ് ലേഡീസിൻ്റെ ഏരിയ, തൊട്ട് അപ്പുറത്താണ് ജെൻസിനായിട്ടുള്ള ഏരിയ. എന്താ ടെൻറ്റ് ഓപ്പൺ ആയി തുടങ്ങിയിട്ട് 2 സൈഡിലായിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഡേറ്റ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അടിപൊളി ടെൻറ്റ് കിട്ടാം. അങ്ങനെ അത്യാവശ്യം നല്ലതിൽ തന്നെ ഫുള്ളായിട്ടുണ്ട്. അപ്പുറത്തും പുറത്തൊക്കെ ആയിട്ട് നല്ലതിൽ തന്നെ ഫുള്ളായി. ആളുകളൊക്കെ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ടടുത്തായിട്ട് പ്രാർത്ഥനകളിലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മുന്നിലൂടെ ഇങ്ങനെ തൊട്ടടുത്തേക്ക് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കാഴ്ചനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക്. സൽമാൻ ദോഹയിൽ നിന്നും നമ്മളിന്ന് പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു നോമ്പ് തുറക്കാണ്. നമ്മള് കൂടെ നമ്മളെ ഹാരിസ് അതുപോലെ തന്നെ ഫൈസൽച്ച ആസാദൊക്കെ ഉണ്ട്. അപ്പൊ ഒന്ന് പോകുന്നത് നമ്മള് ഖത്തർ ഫൗണ്ടേഷനിലെ അകത്ത് എഡ്യൂക്കേഷൻ സിറ്റി മോസ്കിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു അടിപൊളി നോമ്പ് തുറണ്ട്. പല ആൾക്കാരും വീഡിയോ ഒക്കെ ചെയ്താണ്, പക്ഷെ നമ്മള് കുറച്ച് എത്താൻ വൈകി പോയതാണ്. ഏകദേശം 22ാമത്തെ നോമ്പാ 21ാമത്തെ നോമ്പാ ഫൈസൽച്ചന്ന് എന്നും നോമ്പെടുക്കുന്ന ആൾക്കാർക്ക് അറിയില്ല. എനിക്കറിയാം അസദ എന്താണ് 21. അപ്പൊ 21ാമത്തെ നോമ്പിന് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എങ്കിൽ പോലും ഈ വർഷം നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ ലാസ്റ്റ് നമ്മൾ ഏകദേശം ഒരു 10 നമ്മളിങ്ങനെ പുറത്തൊക്കെ നോമ്പ് തുറക്കാനായിട്ട് പോവാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. വ്യത്യസ്തമായിട്ടുള്ള ഒരു നോമ്പ് തുറ കേട്ടാ ഖത്തർ ഫൗണ്ടേഷനിൽ വരുന്ന ഈ നോമ്പ് തുറ. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ച കാണാം അല്ലേ. എന്താ പറയുക ഫൈസൽച്ച് പറയും. സൽമാൻ പറഞ്ഞ പറയുന്നുണ്ട്, അങ്ങനെ സൽമാൻ ഒരുമിച്ച് പോകുന്നതാണ് അസാദും സൽമാനും ഹാരിസും ഉണ്ട്. ഓക്കെ, അതെല്ലാം നമുക്ക് ഇനി അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. എന്തൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് ഖത്തർ ഫൗണ്ടേഷൻ നമുക്ക് ഒരുക്കിയിട്ടുള്ളതെന്ന് അറിയില്ല. പോയേക്കാം. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷൻ സിറ്റി മോസ്കിന്റെ തൊട്ടടുത്തുള്ള ഈ ഒരു നോമ്പ് തുറ സാധാരണ പുറത്തുള്ള നോമ്പ് തുറയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നോമ്പ് തുറയാണ്. നമ്മളിതാ പോകുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാലത്ത് ഈ ഒരു റൗണ്ട് ബോട്ടിന് പറഞ്ഞിരുന്നത് ചെരിഞ്ഞ റൗണ്ട് ബോട്ട്, അതുപോലെ തന്നെ മോഹൻലാൽ റൗണ്ട് ബോട്ട് എന്നൊക്കെ ആയിരുന്നു. അങ്ങനെ ഖത്തറിലെ പല റോഡുകളും റൗണ്ട് ബോട്ടുകളൊക്കെ പല പല പേരിൽ അറിയപ്പെട്ടിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റി മറിച്ച് നിലവിലൊരു പുതിയ ഖത്തറിനേന് നമുക്കിത് ഏകദേശം ലൊക്കേഷനിൽ എത്താനായി. ചെരിഞ്ഞ റൗണ്ട് ബോട്ടിൽ നിന്ന് എക്സ്പ്രസ് വേ വഴി വരുവാണെങ്കിൽ ലെഫ്റ്റ്, ദുക്കാൻ വഴി വരുന്ന ആളുകളാണെങ്കിൽ റൈറ്റ് അടിച്ചിട്ട് വരിക. നേരെ വന്നു കഴിഞ്ഞാൽ ഇതാ പാർക്കിംഗ് ഉണ്ട്, അടിപൊളിയായിട്ടുള്ള പാർക്കിംഗ്. ഈ ഒരു പാർക്കിംഗ് വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ പാർക്കിങ്ങും അതുപോലെ തന്നെ ഖത്തർ ഫൗണ്ടേഷൻ്റെ എല്ലാ ലൊക്കേഷൻക്കും ഇവിടുന്ന് ട്രാം സൗകര്യമുണ്ട്. അപ്പോൾ അതാ അടിപൊളിയായിട്ടുള്ള ഒരുപാട് വിശാലമായിട്ടുള്ള പാർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ റമദാൻ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സിജൻ പാർക്കിംഗ് വരുന്ന ആൾക്കാർക്കും ഇവിടെ പാർക്ക് ചെയ്യാം, ട്രാം യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഉണ്ട്, രണ്ടിലും അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉണ്ട്. നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് നോക്കാം. പാർക്ക് ചെയ്ത് നേരെ ലിഫ്റ്റിൽ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ട്രാമിൻ്റെ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. നമ്മളിതാ പാർക്ക് എല്ലാം ചെയ്ത് ഇനി അപ്സ്റ്റെയറിലേക്കാണ് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ പാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ ഫസ്റ്റിലേക്ക് നേരെ സ്റ്റെയർ കേസ് പോയി കയറാം. നമ്മൾ ഇത്ര വിശാലമായിട്ട് കാണിച്ചു തരുന്ന, ഇത്ര ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഈസി ആയിട്ട് അകത്തേക്ക് കയറാം, ആ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്യുന്നത്. ഏതായാലും എന്നാൽ ഇതാ ട്രാമിൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ട്രാമിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ട്രാമിന് ഉള്ള ലൊക്കേഷനൊന്നും ഇല്ല, ട്രാമിനുള്ള ദൂരമൊന്നും ഇല്ല, പക്ഷെ നമ്മളിപ്പോൾ ട്രാം യൂസ് ചെയ്യുന്നുണ്ട്. വരുമ്പോൾ നമ്മൾ നടന്നിട്ട് വരാമെന്നുള്ളതാണ്. തൊട്ടടുത്ത സ്റ്റേഷനിന് എഡ്യൂക്കേഷൻ സിറ്റി മോസ്കിന്റെ സ്റ്റേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ട്രാമിൽ കയറി എല്ലാവരും ഇഫ്താറിനായിട്ട് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ തിരക്കുണ്ട്. നമുക്ക് സേഫ് ആയിട്ടുള്ള സീറ്റെല്ലാം കിട്ടി. പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി കഴിഞ്ഞാൽ തൊട്ടടുത്തത് അപ്പുറത്തുനിന്ന് ട്രാം വരുന്നുണ്ട്. ഖത്തർ ഫൗണ്ടേഷൻ്റെ അകത്ത് എല്ലാ ഏരിയയിൽക്കും ഇപ്പോൾ ട്രാം സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും എല്ലാ ഇതും യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ ലൊക്കേഷനിലും ഈസി ആയിട്ട് നമുക്ക് ട്രാമിൽ ഫ്രീ ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്റ്റേഷന് ഓക്സിജൻ പാർക്കിൻ്റെ സ്റ്റേഷനും അതുപോലെ തന്നെ തൊട്ടടുത്താണ് എഡ്യൂക്കേഷൻ സിറ്റി മോസ്കിൻ്റെ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങണം. എല്ലാവരും ഇപ്പോൾ ട്രാമിൻ്റെ റൈഡ് ഇങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ സിറ്റി മോസ്കിൻ്റെ സ്റ്റേഷനിൽ ഇറങ്ങി നമുക്ക് പാർക്കിംഗ് അടിപൊളിയായിട്ടുള്ള പാർക്കിംഗ് ആണ്. ഓക്സിജൻ പാർക്കിംഗ് പോകാൻ പറ്റും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിറ്റി മോസ്ക്, അങ്ങനെ ഖത്തർ ഫൗണ്ടേഷൻ്റെ എല്ലാ ഏരിയകളിലും പോകാൻ കഴിയും. നമുക്ക് അകത്തേക്ക് പോകാം. ഫൈനലി നമ്മളിതാ എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഷൻ ടെൻറ്റ് ഇട്ടാണ്. നമ്മൾ ഈ ഫസ്റ്റ് കാണുന്നതാണ് ലേഡീസിൻ്റെ ഏരിയ, തൊട്ട് അപ്പുറത്താണ് ജെൻസിനായിട്ടുള്ള ഏരിയ. ഏതായാലും നല്ലതാ നമുക്ക് അപ്പുറം പോയിട്ട് വരി നിൽക്കണം. ലൈനൊക്കെ നിന്നതിന് ശേഷമായിരിക്കും അകത്ത് കയറ്റുന്നത്. നമ്മൾ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഷൂ എല്ലാം കീപ്പ് ചെയ്ത് വെക്കണം, പുറത്ത് വെക്കണം.
ഷൂവിൻ്റെ റാക്കെല്ലാം നിറഞ്ഞുകൊണ്ടാണ് പിന്നെ തൊട്ടടുത്ത് വെക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ട് ഈ ഒരു സമയപ്പോഴേക്കും. ഫസ്റ്റ് നമ്മളിതാ ക്യൂ നിൽക്കുന്നുണ്ട്. ക്യൂ നിന്ന് ഏകദേശം ഒരു സമയമായി കഴിഞ്ഞാലാണ് അകത്തേക്ക് ഈ കാണുന്ന 2 എൻട്രൻസിലൂടെ അകത്തേക്ക് കയറ്റും. സ്ത്രീകൾക്കായിട്ട് നമ്മൾ കണ്ടത് ഒരു എൻട്രൻസ് ആണ്. പുറത്ത് ഉളു ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഉളു ചെയ്തിട്ട് വേണം അകത്ത് കയറാൻ. നോമ്പ് തുറന്ന ഉടനെ തന്നെ മഗ്‌രിബ് നിസ്കരിക്കും. അതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാറ്. മൂവായി തുടങ്ങി നമ്മൾ അകത്തേക്ക് പോകുന്നു. ഏകദേശം നല്ല രീതിയിൽ തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശേഷം ഒരുപാട് ടീമുകൾ ഇവിടെ ബാക്കിൽ വന്ന് എന്താ ടെൻറ്റ് ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. 2 സൈഡിലായിട്ടാണ് കൊടുക്കുന്നത്. ഫസ്റ്റിൽ സ്റ്റാർട്ടിങ് കയറുന്ന സമയത്ത് നമുക്ക് അറിയാവുന്നതിന് ഈ സൈഡ്സും അതുപോലെ തന്നെ വെള്ളം എല്ലാം കൊടുക്കും. 2 സൈഡിലായിട്ടുണ്ട്. നമുക്കിതാ നമ്മൾ ഡേറ്റ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഐ വിൽ കം ലാച്ച് നെക്സ്റ്റ് വാട്ടർ. താങ്ക് യു ബ്രോ. അടിപൊളി ടെൻറ്റ് കിട്ടാം. നമ്മൾ ടെൻറ്റിൻ്റെ അകത്തെത്തി. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ട്. ഒരു നിശ്ചിത സമയത്ത് മാത്രമേ അകത്തേക്ക് കയറ്റുള്ളൂ. അല്ല എത്ര സമയം എത്ര മണിക്ക് കയറ്റിയത്? ഏകദേശം അതെ 5:20 അതിൻ്റെ ശേഷമാണ് നമ്മൾ അകത്ത് കയറ്റിയത്. നമുക്ക് സേഫായിട്ട് പാർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ട്രാമിൽ കയറിയതിന് ശേഷം നമുക്ക് ഈ ഒരു അകത്തേക്ക് വരാം. ട്രാമിൽ കയറി ഇങ്ങോട്ട് എത്തണമെങ്കിൽ ഒന്നും കൂടി ഈസി ആയിരിക്കും. നമ്മൾ വന്ന് കറക്റ്റ് സമയമായിരുന്നു. നമ്മൾ ശേഷം ഒരുപാട് ടീം വന്നിട്ടുണ്ട്. പക്ഷേ അല്ല അടിപൊളി. നമ്മൾ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ഇതാ ബാക്കിലായിട്ട് നമ്മളെ തൊട്ടടുത്തൊക്കെ ആളുകൾ വന്നിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുള്ളാവെന്ന് പ്രതീക്ഷിക്കുന്നത്. വന്ന അത്യാവശ്യം സമയമായപ്പോഴേക്കും നമ്മളെ ബാക്കിലത്തെ ലൈനൊക്കെ ഫുള്ളായി. നല്ല രീതിയിൽ തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ വളണ്ടിയേഴ്സ് ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ തന്നെ പുറത്തും അകത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ആളുകൾ ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ബാങ്ക് കൊടുക്കാൻ സമയമായപ്പോഴേക്കും എന്താ തൊട്ടടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള റമദാൻ്റെ ഒരു സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുള്ളായിട്ടുണ്ട്. അപ്പുറത്തും പുറത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഫുള്ളായി. ആളുകളൊക്കെ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ടടുത്തായിട്ട് പ്രാർത്ഥനകളിലൊക്കെ പോയിട്ടുണ്ട്. നോമ്പ് തുറന്ന് തൊട്ടടുത്ത് തന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ ഫുഡിനായിട്ടുള്ള സെക്ഷനാണ്. ഫുഡ് ഇങ്ങനെ നമ്മളെ മുന്നിലൂടെ ഇങ്ങനെ തൊട്ടടുത്തേക്ക് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഴ്ചനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ എന്തെല്ലാം ഫുഡാണ് തന്നിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്ത് അടിപൊളിയായിട്ടുള്ള റാണി ജ്യൂസ്, അതുപോലെ തന്നെ ഒരു ഫ്രഷ് ഓറഞ്ച് ഉണ്ട്. പിന്നെ സ്പൂണ് ഫോർക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മന്തി, റൈസ്, ബട്ടർ ചിക്കൻ, ക്രോയിസന്റ്. ഓറഞ്ച് കഴിച്ചു കൊടുക്കുന്നല്ലേ കഴിഞ്ഞില്ലേ? അൽഹംദുലില്ലാ നല്ല അടിപൊളിയായിട്ടുള്ള രുചിയേറിയ ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മളെ സുഹൃത്ത് അഫ്സലിൽ ഇങ്ങനെ വളണ്ടിയർ ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്രതീക്ഷിതമായിട്ട് വീഡിയോ എടുത്ത് പോകാൻ ഹാപ്പി ഇപ്പൊ കണ്ടതാണ്. യാതൊരു എക്സ്ക്യൂസും അഫ്സൽ തന്നിട്ടില്ല. ലൈനേനെ നിൽക്കണം എന്നാ പറഞ്ഞത്. ഇഫ്താറായിട്ട് അകത്ത് വന്നപ്പോഴും അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോഴൊക്കെ തിരക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ക ക്ലീൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഫുഡ് വേസ്റ്റ് ഒരു ഡബ്ബയിലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒരു ഡബ്ബയിലൊക്കെയാണ്. വേസ്റ്റ് കറക്റ്റാണ്. ഇത് റൂമല്ല കറക്റ്റ് കൊണ്ടുവരണേ. ഒരു ടൈപ്പ് നടക്കില്ല. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മളിനി പോകുന്നത് ഓക്സിജൻ പാർക്കിന്റെ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. കുറഞ്ഞ ദൂരം തന്നെ ഉള്ളൂ. മാഷാഅല്ലാ അടിപൊളി നോമ്പ് തുറ അല്ലെ? എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും? അടിപൊളിയായിട്ടുള്ള ഫുഡ്, അവിടുത്തെ ആ രീതികൾ മനസ്സിലായില്ലേ? നമ്മള് ലേറ്റ് ആയി നേരത്തി
നേരെ ഓക്സിജൻ പാർക്കിന്റെ പാർക്കിങ്ങിൽ വന്ന് ട്രാം കയറി നേരെ എജിക്കൽ സിറ്റി മോസ്കിന്റെ ട്രാമിന്റെ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തിറങ്ങി നേരെ കയറാം. ഒരു 5:15 ആകുമ്പോഴത്തേക്ക് എത്തിയാലും മതി, കുഴപ്പമൊന്നുമില്ല. അടിപൊളിയാണ് അല്ലെ? എന്നെ കൊണ്ട് ലേറ്റ് ആയി നിങ്ങൾ നേരത്തെ പോയി, കുഴപ്പമില്ല. എന്നാലും അൽഹംദുലില്ലാ ഉഷാറായിട്ടുള്ള നോമ്പുതുറ. എന്താണ് പറയാനുള്ളത് ഫൈസൽ ചാ? അതെ, ഒന്നെടുത്ത് വരാ, ഒന്നെടുക്കാനുള്ള സൗകര്യം പുറത്തുണ്ട്. ലേഡീസിന് വേറെ സെക്ഷന്, ജെന്റ്സിന് വേറെ സെക്ഷന്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ അടിപൊളിയായിട്ട് പോകാൻ പറ്റും. നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു നോമ്പുതുറ അല്ലേ? 3 വർഷമായിട്ട് ഖത്തറിൽ വന്നിട്ട് ഈ വർഷമാണ് പുറത്ത് പോകാനും നോമ്പ് തുറക്കാനും. 3 വർഷമായിട്ട് ആദ്യത്തെ നോമ്പുറ പുറത്തുനിന്ന് അതെ അതെ ഇങ്ങനെ പുറത്തുനിന്ന് അല്ലേ? അതെ. മാഷാ അല്ലാ. അപ്പൊ നമ്മളെ ആരിസിനെ നമ്മള് കൊണ്ടുപോയ സ്ഥലം കറക്റ്റ് ആയിട്ടുണ്ട്. എക്സ്പീരിയൻസ് അടിപൊളി അല്ലേ? അതെ, നല്ല. അപ്പൊ തുടർന്ന് എല്ലാരും വരിക. ആകെ 8 നോമ്പ് 7 നോമ്പൊക്കെ ഉണ്ടാവുള്ളൂ ഇനി നമ്മൾ ഈ പോസ്റ്റ് ചെയ്തതിന് ശേഷം വരുന്ന നോമ്പ്. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടി ശ്രമിക്കാം അല്ലെ? നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നവരെ ബൈ.